ജോസഫ് ആന്റണി, നോക്കൂ, വെനസ്വേലയിൽ അവിടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ തുടങ്ങി മണിക്കൂറുകൾക്കകം ഖമനയുടെ വധം നടന്നിരിക്കുന്നു. ഖമനയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു വിശുദ്ധ റമദാൻ മാസത്തിൽ ഇത്രയും വലിയൊരു കടന്നുകയറ്റം ഒരുപക്ഷെ ഇറാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഈ IRGC നമുക്കറിയാം, അവർ പേര് കേട്ട മിലിറ്ററി ഏജൻസിയാണ്. വലിയ രീതിയിൽ കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗവും അത് മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏജൻസിയാണല്ലോ. പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണമോ കരുതാൻ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഖമനയി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി? നമ്മൾ ഈ യുദ്ധത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കഴിവുകൾ ശരിക്കും ലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഈ ഇറാനിൽ അവിടുത്തെ വ്യാപാരികൾ ഈ ഇറാന്റെ ഭരണത്തിനെതിരായിട്ട്, സാമ്പത്തിക പ്രതിസന്ധികൾക്കെതിരായിട്ടൊക്കെ സമരരംഗത്ത് വരുന്നത്. 28-ാം തീയതി വന്ന് 29-ാം തീയതി ആയപ്പോൾ ഉണ്ടായ ഒരു സംഭവവികാസം എന്താണെന്നറിയാമോ? 29-ാം തീയതി മൊസാദ് പേർഷ്യൻ ഭാഷയിൽ അവരുടെ എക്സിലൂടെ ഒരു 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 മെസ്സേജ് കൊടുത്തു. എന്താ മെസ്സേജ്? മെസ്സേജ് എന്ന് പറയുന്നത് സമരം നടത്തുന്ന ആൾക്കാർക്കുള്ളതാണ്. മെസ്സേജ് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് കേവലമായ വാക്കുകളിലൂടെ ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇറാനിൽ, ടെഹ്റാനിൽ ഈ സമരം നടത്തുന്ന പ്രദേശത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ധൈര്യം കാണിച്ചു മെസാദ് എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഈ നടക്കുന്ന സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ സമരങ്ങളിലെല്ലാം അവരെ പിന്തുണച്ചു കൊണ്ട് പോലും മൊസാദ് ഇറാനിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്ക